ഹായ് ഡി ഫ്രണ്ട്സ്. അപ്പോൾ ഇതാ കണ്ടില്ലേ നമ്മളെ മണിക്കടല എന്നാണ് നമ്മളിതിന് പറയുക. അപ്പോൾ ഇതുണ്ടാക്കുന്ന റെസിപ്പി നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഈ മണിക്കടല ഇപ്പം കാണുമ്പോൾ കുറച്ചൊക്കെ നൊസ്റ്റാൾജിക് ആകുന്ന എന്നെ പോലത്തെ പലരും ഇപ്പോഴും ഉണ്ടാവും. കാരണം നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ അടുത്തുള്ള പീടികയിലുണ്ടാവും 1 രൂപക്കൊക്കെ ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിലാക്കിയിട്ട്. അപ്പോൾ അതൊക്കെ വലിയ കാര്യമാണ് ആ ഒരു ഇൻ്റർവെൽ ടൈമിൽ പോയി വാങ്ങില്ല. അപ്പോൾ അതെന്നെ ഇന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടി എന്ന് പറയാം, കുറച്ച് അടി നല്ല കട്ടിയുള്ളതാണ്. അപ്പോൾ അത് വെച്ച് നന്നായി ചൂടാകുമ്പം അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുകയെന്ന്, കുറച്ചധികം തന്നെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ നമുക്കിനി ഈ ഉപ്പ് നന്നായി ഒന്ന് ചൂടാക്കി എടുക്കണം. ചൂടാക്കിയെന്ന് പറഞ്ഞാൽ നല്ല മാക്സിമം വരെ നന്നായി ചൂടാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയത് ഞാനൊരു മരത്തിൻ്റെ ചട്ടി കൊടുത്തിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, എല്ലാ ഭാഗവും നന്നായി ചൂടാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഉപ്പിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ വേറൊരു സാധനമാണ് മണൽ. മണലെന്ന് പറയുമ്പോൾ നല്ല വൃത്തിയുള്ള പ്യുവറായിട്ടുള്ള മണലായിരിക്കണം. അത് ഈ ലോക്ക്ഡൗൺ ടൈമിൽ എവിടെയും കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ നമുക്ക് ഉപ്പ് തന്നെ ഏതായാലും യൂസ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് എടുക്കേണ്ടത് നമ്മുടെ മെയിൻ സാധനമായ കടല എന്ന് പറയുമ്പോൾ ഇതാ നമ്മൾ പുട്ടിനൊക്കെ യൂസ് ചെയ്യില്ലേ, പുട്ടും കടലയും ആ സെയിം കടല തന്നെയാണ് ഇത്. അപ്പോൾ നമ്മൾ ഉപ്പ് അവിടെ നന്നായി ചൂടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കടല ഞാൻ ഏകദേശം 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായി ചൂടായി കിടക്കുന്ന ഈ ഉപ്പിലേക്ക് നമുക്ക് ഒരു പിടി എന്ന് പറഞ്ഞാൽ നമ്മളെ കയ്യിൽ പിടിക്കുന്ന ഫുള്ളായിട്ടല്ല, അത്രയും കടല നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ചായിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനത് ഫസ്റ്റ് ചെയ്യാമെന്ന് വെച്ചാൽ ഈ കടലിൻ്റെ മുകളിലേക്ക് നമുക്ക് ആ ഒരു ഉപ്പ് ഫുള്ളായിട്ടൊന്ന് മൂടിക്കൊടുക്കാം. പിന്നെ മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ കൈവെക്കാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് കടലയിട്ട് നമ്മളൊന്ന് ഇളക്കി കഴിഞ്ഞ ശേഷം തീ ഒന്ന് കുറച്ച് കൊടുക്കുക. കാരണം കടല പെട്ടെന്ന് കരിഞ്ഞു പോകും അല്ലെങ്കിൽ. അപ്പോൾ മീഡിയത്തിലാണെങ്കിൽ കുറച്ച് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചെറുതായി ഒന്ന് പൊട്ടുന്ന ഒച്ച ഇപ്പം തന്നെ കേൾക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ കടല ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പെട്ടെന്ന് പൊട്ടി അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു പരിപ്പ് കാണാം, കണ്ടില്ലേ? 1 മിനിറ്റേ വേണ്ടു ഏകദേശം. നന്നായി ചൂടായ ഉപ്പിലേക്കായിരിക്കും ഇത് ചേർക്കേണ്ടത്. അത് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇതാ നമ്മളെ മണിക്കടല റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രേ പണിയുള്ളൂ. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഉപ്പ് നന്നായി ചൂടാവണം. പിന്നെ ഈ കടലയിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിനെ തീ ഒന്ന് കുറച്ച് കൊടുക്കണം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കാം. പിന്നെ അധികം വെച്ചിരിക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് കോരിയെടുക്കാം. ഇതുപോലെയുള്ള നെറ്റിൻ്റെ ഒരു അരിപ്പ ഉണ്ടെങ്കിൽ അതിനെ കൊണ്ട് നമുക്ക് പെട്ടെന്ന് കോരി മാറ്റാം. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം ഇട്ട കടല മൊത്തമായിട്ട് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഒന്ന് തീ കൂട്ടിക്കൊടുക്കാം. എന്നിട്ട് ഒരു 2-3 സെക്കൻഡ് ഈ ഒന്ന് ഉപ്പ് ചൂടായതിന് ശേഷം അടുത്ത ഒരു പിടി ഇട്ട് കൊടുക്കാം. നമുക്ക് കണ്ടില്ല, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ കടലയും കീറി അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു പരിപ്പിങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്കിതാ അടുത്തൊരു പിടി ഇട്ട് കൊടുക്കുക ഇതിലേക്ക്. ഇനി എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ജസ്റ്റ് ഒന്ന് ഉപ്പിട്ട് മൂടുക. പിന്നെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. തീ കുറച്ചൊന്ന് കുറക്കുക, അത് മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റൈലിൽ മണിക്കടല ആക്കി കഴിഞ്ഞാൽ അങ്ങനെ തിന്നവരുണ്ട്. പിന്നെ ഇതിൻ്റെ തോട് പൊട്ടിച്ച് കളഞ്ഞ് തിന്നവരുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു തോട് പൊട്ടിച്ച് കളഞ്ഞ് ഉള്ളിലുള്ള മഞ്ഞ പരിപ്പ് എടുത്തിട്ട് നമുക്ക് നല്ല അടിപൊളി ചട്നി ഉണ്ടാക്കുകയും ചെയ്യാം. ടേസ്റ്റി ചട്നിയാണ്. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കുന്നത് തിന്നാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഇപ്പോൾ പിള്ളേരൊക്കെ വെറുതെ വീട്ടിലിരിക്കുകയല്ല എല്ലാവരും. അപ്പോൾ പ്രത്യേകിച്ച് എല്ലാവർക്കും വിശപ്പ് എന്നാണ് പറയുന്നത് കേട്ടത്. അപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ ബിസ്ക്കറ്റും അതുപോലെയുള്ള കാര്യങ്ങൾ കൊടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, വളരെ സിമ്പിളാണ്, ഹെൽത്തിയാണ്. അപ്പോൾ മണിക്കടല ഇഷ്ടമില്ലാത്തവരുണ്ടാവുമെന്ന് അറിയില്ല. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഒരു കുഞ്ഞ് ഡൗട്ട് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഉണ്ടാവുന്നത് ഇത്രയും ഉപ്പ് വേസ്റ്റ് ആവില്ല എന്നാണ്. കാരണം നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്നതല്ല ഇപ്പോൾ ഈ ഒരു മണിക്കടല വറുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനുള്ള മറുപടി ഞാൻ ഇപ്പോഴേ പറയുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ആ ഒരു ഉപ്പ് കളയണമെന്നില്ല. ഇതൊരു ഡബ്ബയിൽ എടുത്ത് വെക്കാം. എടുത്ത് വെച്ചിട്ട് നമ്മൾ അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. ഉപ്പായതുകൊണ്ടൊന്നും മോശമാവാനൊന്നും പോകുന്നില്ല. നന്നായിട്ടൊരു പാത്രത്തിൽ അടച്ച് വെച്ചാൽ മതി. അപ്പോൾ ഇതാ ഞാൻ മണിക്കടലയിൽ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടേ ഇരിക്കുന്നു. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എത്രയാണെന്ന് എടുക്കുന്നത് മൊത്തമായിട്ട് ഇടാൻ പാടില്ല. കുറച്ചായിട്ടിട്ട് പെട്ടെന്നത് ഓരോ പ്രാവശ്യം ഇട്ടത് മൊത്തം കോരിയെടുക്കാം. പിന്നെ അടുത്ത ബാച്ച് ഇടാം. അങ്ങനെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. നിങ്ങൾ ഈ രീതിയിൽ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങളെ ചങ്ങായിമാർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യണേ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.
അപ്പോൾ വേറെന്താ, അപ്പോൾ ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ.